ഇടയ കന്യക്ക് പോവുക നീ ഈ അനന്തമ ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഉണ്ണിമുഖത്തിന് ഭയങ്കര താല്പര്യം എന്നോട്. ആ പുള്ളി ഞാനിങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ഭാഗത്ത് പുള്ളി എപ്പോഴും ഞാൻ നടന്നു പോകുമ്പോ ഇങ്ങനെ കാണിക്കുന്നു. ആ അതെ അതെ. ഈ സിനിമാ വേദികളിൽ ഈഗോ പ്രശ്നങ്ങളുണ്ടല്ലോ, അവിടെയും ഉണ്ട് ഇതിനകത്ത് പരാജയം. കലയുടെ പരാജയം അവിടെയും കൂടിയായി. കഥകളിയെപ്പോലെ പരിശുദ്ധമായിട്ടൊരു കല ഇന്ന് കേരളത്തിലില്ല, ലോകത്തില്ല. സായിപ്പ് പോലും അംഗീകരിക്കില്ല. ഉത്തരമില്ലാത്ത ചോദ്യമാണ് ആരാ കലാകാരൻ. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ ഞാനിങ്ങനെ പറയാണ്, നാടകത്തെക്കുറിച്ച് പറയാണ്. ഇപ്പോൾ നാടകം എന്ന് പറയുന്നത് പലരും അത് എന്താ പറയുന്നത്, പലരും അതിനെ ചെറുതാക്കിയാണ് കാണുന്നത് അല്ലേ? അതുപോലെ സിനിമ എന്ന് പറയുന്നതും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് തോന്നുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ നാടകത്തിൽ അഭിനയിക്കുകയാണെന്ന് വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞാലും വീട്ടുകാർ പറയും നാടകത്തിലാണെങ്കിൽ നീ പോവണ്ട എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവിടെ കലയെ ഉപേക്ഷിക്കപ്പെടുകയാണ് അവർ. കല ഉള്ളിലൊരു ആഗ്രഹമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയല്ലേ. അപ്പോൾ അവരോട് ഇങ്ങനെ കലയെ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുന്നത് ഒരു കനൽ കത്തുന്നുണ്ടെങ്കിൽ അത് വെള്ളമൊഴിച്ച് കെടുത്തുക എന്ന് പറയും. അപ്പോൾ അവരോടായിട്ട് എന്താ പറയാനുള്ളത് സാർ? അവരോടായിട്ട് പറയേണ്ടത്, ഒരു കലാകാരനാണെങ്കിൽ, ഒരു കലാകാരിയാണെങ്കിൽ, കലാകാരിയാകണമെങ്കിൽ ആ കലയോട് കൂടുതൽ താല്പര്യമുണ്ടോ. 10,000 പേര് ചെറുത്താലും നമ്മുടെ കാര്യം ഈ സംഭവം മറക്കാതെ കൊണ്ടു നടക്കണം. ഇപ്പോൾ നാടക ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചോളം സ്വന്തം അമ്മ മരിച്ചാലും ആ നാടകം അഭിനയിച്ചേ പറ്റുള്ളൂ. പണ്ട് കൂരുവിലക്കൊക്കെ മാറ്റിയിട്ടല്ലേ പഴയ KPS സുലോചന അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കുന്നു. അവരെ കലയോടുള്ള താല്പര്യമാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു വേണ്ടണം എന്ന് പറഞ്ഞ പോലെ വേണ്ടണം. ഇത് രണ്ടും കൂടി സംയുക്തമായി എവിടെ കയറിപ്പിറ്റേ പറ്റും, ഇല്ലെങ്കിൽ പോട്ടെ. ഇത് തന്നെ സിനിമാ വേദികളിലും. അപ്പം അതാണ് ആത്മാർത്ഥത. ഈ കലയോട് താല്പര്യമുണ്ടെങ്കിൽ ആത്മാർത്ഥത വേണം. അവർ സ്വയം മനസ്സിലാക്കുന്നില്ല. നമ്മളായിട്ട് വേണം നമ്മുടെ നഗരത്തെയോ ഗ്രാമത്തെയോ ശുദ്ധീകരിക്കണമെങ്കിൽ, സാംസ്കാരിക നിലയെടുത്ത് ശുദ്ധീകരിക്കണമെങ്കിൽ കലാകാരന്മാർക്ക് പറ്റുള്ളൂ. അവരവരുടെ വലിപ്പം അറിയാതാണ് ഇപ്പം ഈ സംസാരിച്ചു കൂടുന്നത്. എന്ത് കല, എന്ത് നാടകം എന്ന് പറയണത് അവരുടെ വലിപ്പം അവർ മനസ്സിലാക്കുന്നില്ല. കുറേ നാൾ കഴിയുമ്പോൾ, പ്രായമായി കഴിയുമ്പോഴാണ് എനിക്കത് അഭിനയിച്ചിരുന്നു, ഇന്നിപ്പോൾ എനിക്ക് വലിയ നടിയാകാമായിരുന്നു. ഇതൊക്കെ ഇതിന്റെ എല്ലാ ഉദാഹരണമായതെല്ലാം. അതെ. ഇപ്പൊ സാർ പറഞ്ഞു കഥാപ്രസംഗം ചെയ്യാറുണ്ടായിരുന്നു, കഥാപ്രസംഗത്തിലൂടെയാണ് ഇങ്ങനെ നാടകങ്ങളിലേക്ക് വന്നതെന്നൊക്കെ. അപ്പൊ കഥാപ്രസംഗത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? അതായത് കല എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മനസ്സിലേക്ക് പൊട്ടിമുളയ്ക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പൊ അത് ആ ഒരു സമയത്തെ കുറിച്ച് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? വർഷങ്ങൾക്ക് അപ്പുറമുള്ള സംഭവമാണ് അത്. ഇതുപോലെ കാതികന്മാരുടെ ഒരു പെരുന്നാളായിരുന്നു. എവിടെയും കഥാപ്രസംഗം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ സാംബശിവന്റെ കഥ കേൾക്കാനായിട്ട് പോയിരുന്നു ആദ്യകാലം. സാംബശിവന്റെ കിടാമംഗലം സദാന് വാഴക്കൊല, അത് ടിക്കറ്റ് വെച്ചാൽ നടത്തണം, ₹1 ടിക്കറ്റ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ പുള്ളി വൺമാൻ ഷോ ആണല്ലോ കഥാപ്രസംഗം. പുള്ളി പല വേഷങ്ങൾ അഭിനയിക്കുക അവിടെ നിന്നുകൊണ്ട് തന്നെ. ഇത് കൊള്ളാമല്ലോ, ഒരു പുതുമ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, സാമ്പത്തികം ഇല്ലാതെ ഓർക്കസ്ട്ര ഒന്നും വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ IC പണിക്ക് ഒരാൾ, പുള്ളി പണ്ട് എങ്ങാണ്ട് 2-3 കഥയൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പാടും എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, എടാ എന്നാൽ ഞാൻ 2-3 കഥ പറയുന്നുണ്ട്, നീ ഇടയ്ക്ക് വന്നിരുന്ന ഇൻ്റർവ്യൂ ടൈമിനൊക്കെ ചുമ്മാ ഒന്ന് പാടും. അത് വരാം. നമുക്കിപ്പം വീട്ടിൽ നിന്ന് ചുമ്മാ എവിടെയെങ്കിലും പോയാൽ ആരും ഒന്നും ചോദിക്കില്ല. അങ്ങനെ പുള്ളിയുടെ കൂട്ടത്തിൽ 2-3 കഥയ്ക്ക് പോയി ചുമ്മാ ഇൻ്റർവ്യൂ ടൈം ആപ്പോൾ പാടി. ഒരു ദിവസം പുള്ളി എന്നോട് ചോദിച്ചു, എടാ നിനക്കൊരു കഥ പറയാൻ പാടില്ല. എനിക്ക് പറയാൻ പറ്റുമോ? പിന്നെ പാടാൻ കഴിവേണ്ട കഥ പറയാൻ പാടില്ല. അങ്ങനെയാണ് ഈ കഥാപ്രസംഗത്തിലേക്ക് വന്നത്. അപ്പോൾ പള്ളി പെരുന്നാളിന് അവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാം കൂടി, എൻ്റെ പേര് വേറെയാണ്. അപ്പം അവർ ഒരു ഇതിന് വേണ്ടിയിട്ടും പേരൊന്ന് മാറ്റി ഇങ്ങനെ ഇട്ടു. 40 വർഷം ആ പേരും ചുവന്നുകൊണ്ട് നടക്കുകയാണ് ഞാൻ സത്യത്തിൽ. അങ്ങനെയാണ് ആ സ്റ്റേജിൽ കഥ പറയാൻ തുടക്കമിട്ടത്. രാജകൽപ്പന എന്ന് പറഞ്ഞൊരു കഥയാണ്. നല്ല സംഭവമായിരുന്നു. 1.5 മണിക്കൂർ. നമ്മുടെ ഇന്നത്തെ സ്റ്റാമിന അനുസരിച്ചുള്ള കഥാപ്രസംഗത്തിന് സ്റ്റാമിന വേണം.
ഈ പറയാനുള്ള അതും ഈ ശ്വാസത്തിൻ്റെ ഇതുമൊക്കെ മനസ്സിലാക്കി കിട്ടണം. അപ്പം കഥ പറയാനായിട്ട് അതിൻ്റെ ആമുഖം സംഗീത സാഹിത്യ ബലിദേവൻ്റെ സുന്ദരകലകളുടെ സമ്മേളന സമൂഹമാണ് കഥാപ്രസംഗം. പക്ഷേ അതുകൊണ്ട് മാത്രം കഥാപ്രസംഗമായില്ല. ആശോസൃഷ്ടമായ മഹാകാവ്യ പ്രസ്ഥാനങ്ങൾ മഹത്തായ ആവിർഭാവമാണ് ചാക്യാർ കുത്തനും തുള്ളലിനും ഹരികഥയ്ക്കും എല്ലാം നിദാനമെങ്കിൽ സുന്ദരങ്ങളായ കാവ്യ പ്രതിഭാധനാശയങ്ങളെ സരസ്വം സരളുമായി അനുവാചകരെ ധരിപ്പിക്കുന്ന ഉജ്ജ്വല പ്രകടനമാണ് കഥാപ്രസംഗം. കഥയുടെ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞു. എൻ്റെ കഥയിലേക്ക് ഞാൻ കിടക്കുന്നു. കഥയുടെ പേര് രാജകൽപ്പന. ഇടയ കന്നിക്ക് പോക നീ അനന്തമ ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ ഇടയ കന്നിക്ക് ആ കോറസ് പാടി കഥ ആരംഭിക്കുന്നു. അങ്ങനെയാണ് ആ കഥാപ്രസംഗം അന്ന് സ്റ്റാർട്ടാണ്. ഒരു 3-4 പള്ളിയിൽ പറഞ്ഞു. പിന്നെ ഈ ഓർക്കസ്ട്രക്കാരെ തുറന്നടക്കം പാടാറ്. അതറിയാമല്ലോ, ഇവരൊക്കെ ഭയങ്കര ഇടപാടാണ്. അങ്ങനെ കഥാപ്രസംഗത്തിലേക്ക് താല്പര്യപ്പെട്ടു വന്നു. ഞാൻ പറയുന്ന കലയ്ക്ക് മൂല്യമാണ്. കലയുടെ മൂല്യത ഇപ്പോഴത്തെ ജനങ്ങൾ മറന്നുപോയിട്ടുണ്ട്. കലാകാരന്മാർ ഉണ്ടെങ്കിലേ ആ നാടും നഗരവും ഒരു രസമായിട്ട് മാറുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ അവാർഡുകളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അതുപോലെ ഷാജിൻ കരുൺ എനിക്കൊരു അവാർഡ് തന്നായിരുന്നു. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഞാൻ ഈ 65-ാം വയസ്സിലും ഇതിങ്ങനെ ഇത്രയും കാര്യങ്ങൾ വിശിഷ്യ ഇവിടെ വരാനുള്ള കാര്യം ജോസി എൻ്റെ സുഹൃത്താണ്. കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞായിരുന്നു. അത് പുള്ളി മറന്നോ ഞാൻ മറന്നോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴായിരിക്കും ഒരു യോഗം വന്നതെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നും നിങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പറ്റി വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ. ഞാൻ ഇതുക്ക് മുമ്പ് വേറെ ഇൻ്റർവ്യൂ, അത് ലോക്കൽ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ബേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷമാണ് കേട്ടോ സത്യത്തിൽ ഇങ്ങനെ ഒന്നൊക്കെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാമെന്നത്. എൻ്റെ കലാജീവിതം ഞാനെപ്പോഴും ഞാൻ അവസാനിപ്പിക്കില്ല. കാരണം ഇതിൻ്റെ പരിശുദ്ധം അവിടം വരെ ഉണ്ടല്ലോ കലയ്ക്ക്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സിനിമാക്കാർ പോലും ഒരു എഴുത്തുകാർ പോലും അങ്ങനെ അടുത്തില്ലായിരുന്നു. സിനിമയിൽ നിന്ന് അഭിനയിക്കണ ഞാൻ മദ്രാസിലൊക്കെ ഒന്ന് പോയതാണ് നമ്മുടെ സുഹൃത്തുമായിട്ട്. അവിടെ നിന്നപ്പോൾ ഈ ഒരു ഹോട്ടൽ മുറി വെച്ച് ഒരുത്തിനിട്ട് തല്ലണ കണ്ടപ്പോൾ പേടിച്ചു പോയി. നാളെ ഒരിക്കൽ നമുക്കിട്ട് തല്ലുമെന്ന് പറഞ്ഞ് ഞാൻ അവളെയും പിടിച്ചുകൊണ്ട് തിരിച്ചു പോകും. പക്ഷെ അവിടെ നിന്നിരുന്ന എനിക്ക് സിനിമ ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ കോയമ്പത്തൂർ ഞാൻ ഒരു ഓഡിയേഷൻ പോയ അന്ന് 50 രൂപ എൻ്റെ ഓഡിയേഷൻ്റെ ഒരു ചാർജ് ഉണ്ടായിരുന്നു. ഈ ഫോട്ടോഷൂട്ട് അന്ന് അവിടെ പോയി. അങ്ങനെ അത് ഇടയ്ക്ക് വെച്ച് 50 രൂപ കൊടുത്ത് അത് ഫോട്ടോ ഒരെണ്ണം അയച്ചു തന്നു. അതത്ര ഫലവത്തായില്ല. സിനിമയും പോയി. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഓരോ പരിപാടികൾ ചെയ്താണ് പിന്നെ സിനിമയിൽ അന്നൊന്നും ആഗ്രഹം. ഇപ്പോഴും നല്ലൊരു വേഷം കിട്ടുവാണ് നമ്മൾ ചെയ്തത്. ഇനിയും സാറിന് കിട്ടട്ടെ, അങ്ങനെയാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. അതെ അതെ. ഉണ്ണിമുഖത്തിന് ഭയങ്കര താല്പര്യം എന്നോട്. അപ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഭാഗത്ത് പുള്ളി എപ്പോഴും ഞാൻ നടന്നു പോകുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നു. അതെ അതെ. പുള്ളിയുടെ നമ്പർ എനിക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. നമ്മളപ്പോൾ നമ്പർ മേടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടെങ്കിൽ വന്നോ ചേട്ടൻ വന്നു. പുള്ളി എപ്പോഴും ഇങ്ങനെ സിഗരറ്റ് വലിച്ചിട്ടൊരു സീനുണ്ട്. അത് പുള്ളിക്ക് ഭയങ്കര താല്പര്യമായി. അപ്പൊ അങ്ങനെയൊക്കെ സ്നേഹമുള്ള ആൾക്കാരും നമ്മുടെ സിനിമാ രംഗത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ഇപ്പൊ ഉണ്ണിമുകുന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും പുതിയ ചിത്രം മാർക്കും അങ്ങനെ ഹിറ്റ് അടിച്ച് ലോകമെമ്പാടും നിൽക്കല്ലേ. അപ്പോ മേപ്പടിയാൻ പുള്ളിനെ ഏറ്റവും ഹൈയസ്റ്റ് ആക്കിയൊരു. അതുപോലെ തന്നെ സ്വാമി മാളികപ്പുറം നല്ലൊരു പടം. പക്ഷെ അതൊക്കെ ചെന്നിരുന്നേ നമുക്കൊരു വേഷം കിട്ടും. ഞാൻ പിന്നെ അങ്ങനെ മോടി പുറകെ പോകുന്ന ഒരു സംഭവിക്കില്ല. പുള്ളി ഒരു കണക്റ്റഡ് ആവുകയാണ് കിട്ടും. ഇപ്പം ഞങ്ങളൊരു ഹാസ്യരസായനം എന്ന് പറഞ്ഞൊരു ട്രൂപ്പാണേ. കൈരളി ഹാസ്യരസായനം. അതിൻ്റെ അകത്ത് നമ്മുടെ ചാളമേരി ചേച്ചി അവരുണ്ട്. കുളപ്പള്ളി ലീല ഗസ്റ്റായിട്ട് വരും. നമ്മുടെ ചെമ്പിലശോകൻ അതിൻ്റെ രക്ഷാധികാരി. ഞാൻ 3 ഫിഗർ ചെയ്യുന്നു. മിമിക്രി പിന്നെ നാടൻപാട്ട് എല്ലാം കൂടി സംയുക്തമായിട്ടുള്ള സംഭവമാണ്. അങ്ങനെയൊക്കെ ചെയ്തു പോവുകയാണ്. അതെ. അപ്പൊ ഇത്രയും നാളും നാടകങ്ങൾ ചെയ്തു, അതുപോലെ തന്നെ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് സാറ്. അപ്പൊ അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞത് മംഗലസൂത്രമാണ്. പിന്നെ ഇന്ദ്രൻസ് കല്ലാശാരിയാണ്. ഞങ്ങള് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമാണ്. ലാറി ഭാസ്കറിനാ പുള്ളിയുടെ ബട്ട ഒരു ലാറി ബേക്കറോ അങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ. അതിനെ അനുബന്ധിച്ചാണ് ഇങ്ങനെ അതായത് എളുപ്പത്തിൽ വീട് പണിത് കൊടുക്കുന്ന ഒരു ഇടപാട്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ആ കംപ്ലീറ്റ് അത് നല്ല കഥാപാത്രമായിരുന്നു. ഞങ്ങൾ തല്ലുകൊള്ളാൻ സീനൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഒരു
നല്ല അടിപിടി സീനൊക്കെ അതിനകത്ത് കിടക്കുന്നു. തമിഴിൻ്റെ ഒരു അടി എനിക്ക് കിട്ടുകയും ചെയ്തു. അതെ അതൊക്കെ സ്റ്റണ്ട് എന്ന് പറയുന്നത് അടിയൊക്കെ കിട്ടും. അത് നല്ലതാണ്. പിന്നെ തിലകൻ ചേട്ടൻ്റെ കൂട്ടത്തിൽ ആ വേഷം ചെയ്യാൻ കിട്ടിയ ഭാഗ്യമായി. അങ്ങനെ പിന്നെ ഈ ഉണ്ണിമന്തൽ പടത്തിനകത്ത് അമ്മാവൻ്റെ അത് കുറച്ച് പിടിച്ചതായിരുന്നു. അതിൽ ഒരു കുറച്ചൊക്കെ കട്ട് ചെയ്ത് ദൂരെ കളയുമല്ലോ. അതൊക്കെ ഒന്നുകൊണ്ട് അത് ഫുള്ളായിരുന്നെങ്കിൽ കുറച്ച് നമുക്കൊന്നുകൂടി എഫക്റ്റ് ആയിരുന്നു. അങ്ങനെ പോകുന്നു. ഇപ്പൊ 2 പടം ഇറങ്ങാൻ കിടപ്പുണ്ട്. ആണല്ലേ? അതെ അതെ അതെ. ഓക്കെ. ഇപ്പൊ SP പിള്ള സാറിനെയാണ് സാറ് കൂടുതലായിട്ടും ചെയ്യുന്നത്. നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കൂ? SP പിള്ള ചേട്ടൻ പാട്ട് വേണം, പാട്ട് തരാം. ഈ ഒരു ക്യാരക്ടർ ആയിരിക്കും എല്ലായിടത്തും ചെയ്യുന്നത് സാറ്. ഇപ്പം ഈയിടെ സംഭവിച്ചുകൊണ്ട് ചെയ്തു പോടുന്നു. ഒത്തിരിയേറെ സ്റ്റേജായി. ഈ പാട്ടാണ് 83,650. അതെല്ലേ? ശരിക്കും ആ ഒരു ഫിഗറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ആ ഫിഗർ വെച്ചിരുന്ന കറക്റ്റ് ആയിരുന്നു. കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാണ്. കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? ഇത് തന്നെ സന്തോഷം. ഫിഗർ അതെല്ലാം കറക്റ്റ് ആകുമ്പോഴേ ഫിഗർ വരുള്ളൂ. അതെ അതെ. അല്ലെങ്കിൽ എവിടേക്കോ ഒരു കട്ടൊക്കെ ഉണ്ട്. ആ അതെ. അതെല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ പറയുന്നു. അതെ. ഞാൻ ജോസി സാർ ആദ്യമായിട്ട് എനിക്ക് അയച്ചു തന്നപ്പോ ഞാൻ ആ മഴൽ മനോരമ പ്രോഗ്രാം കണ്ടപ്പോ ഞാൻ സത്യമായിട്ടും വിചാരിച്ചത് ഒറിജിനൽ കറക്റ്റ് അതേപോലെ തന്നെ. അതുപോലെ ഡെത്തിൽ കളിക്കാൻ പറ്റും. അതിനുള്ള അതെ അതെ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്കത് കളിക്കാൻ പറ്റുള്ളൂ. നല്ല സ്റ്റേജ് ആയിരിക്കണം. ഇതിപ്പോ ഇവിടെ കൂടി താഴും. അത് ഇത്രയും തന്നെ ഞങ്ങൾക്ക് ചെയ്ത് തന്നല്ലോ. ആ അതെ. അല്ല നമുക്ക് അത് എന്നോട് ഹിന്ദിട്ട് ഞാൻ ആ സാധനം കൊണ്ടൊന്ന് കറക്റ്റ് ഫിഗർ വന്നോ. അതെ. മേക്കപ്പ് ഇടുമ്പോ കറക്റ്റ് ആയി. ഹലും വളരെ സന്തോഷം. ഇവിടെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ലോ. അതെ, ഞങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. അല്ല റിയൽ ആയിട്ട് കാണിക്കാമായിരുന്നു. പക്ഷെ എനിക്കറിയാൻ ജോസി ഒന്ന് ഹിന്ദിട്ടാ മതിയായിരുന്നു. ഞാനിട്ടത് തീരെ ചോദിച്ചില്ലായിരുന്നു. ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കുഴപ്പമില്ല. ഏതായാലും വളരെ സന്തോഷമായി എനിക്ക്. കാരണം നമുക്ക് ഇതിനൊക്കെ ഒന്ന് അവതരിപ്പിക്കാനുള്ള ഒരു അവസരങ്ങളല്ലേ. ഞാൻ ആ ഒരു പടത്തിന്റെ നിദ്രാടനം എന്നൊരു പടത്തിനകത്ത് വെളിച്ചപ്പാടിന്റെ ഒരു വേഷം ഉണ്ടായിരുന്നു. അത് ജോണി മൽഹാറൊക്കെ അഭിനയിച്ചില്ലേ അവർ നല്ല. അതുപോലത്തെ ഒരു പടം ഇനി ഒരിക്കലും ഇറങ്ങിയല്ല. പക്ഷെ ആ പടം പ്രൊഡ്യൂസറും സംവിധാനം കൂടി ചേട്ടൻ പിള്ളയും കളിച്ച് ആ പടം പോയി. പക്ഷേ എൻ്റെ ഒരു അപേക്ഷയുടെ പുറത്ത് ഞാൻ തിരുവനന്തപുരത്ത് പോയി എൻ്റെ പ്രിവ്യൂ അതിൻ്റെ കറക്റ്റ് കമ്പോ കണ്ടു. ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു, ഈ പടം നിങ്ങൾ റിലീസാക്കാൻ ഭയങ്കര പാടായി കൊടുക്കുന്നു. ഇതുവരെ ഇന്നുവരെ സിനിമയിൽ അങ്ങനെയുള്ള ഒരു കഥ വരികയില്ല. സിനിമ റിലീസായോ? ഉഗ്രം കഥയാണ്. റിലീസായെന്ന് പറഞ്ഞാൽ അത് എങ്ങോ എന്തോ ആമസോണിൽ എവിടെ കണ്ടും വിട്ട് ഇത് കാണിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഏട്ടെ എന്നോട് പറയും ഒരു ടിക്കറ്റിന് എത്ര രൂപ വെച്ച് എടുക്കുക. ഞാൻ അങ്ങനെ നമുക്ക് പറ്റിയല്ലോ. തിയേറ്ററിൽ കൊണ്ടുപോകാൻ അന്നേരം പൈസ തരാമെന്ന് പറഞ്ഞു. അവരുടെ ഈഗോയാണ്. ഈഗോ പ്രശ്നം. നല്ലൊരു സിനിമ ട്രെൻഡാണ് അത്. അത് എന്താ പറയണം, അതിനകത്ത് ശ്രീ സോണി മൽഹാറാണ് അഭിനയിച്ചത് നായികയായിട്ട്. നല്ല നന്നായിട്ട് അഭിനയിച്ചു. എൻ്റെ പ്രൊഡ്യൂസർ തന്നെ ആയിരുന്നു നായകനായിട്ട്. സെയിം ഒരു നെടുമുടി വേണു ഒരു വേഷം അയാൾ ചെയ്തത്. ഞാൻ പുള്ളിയോട് സാർ ഇത്രയും വേഷം ചെയ്തിട്ട് കളഞ്ഞല്ലോ ഈ പടം. ഇപ്പൊ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ അവര് ഒത്തിരി ആഗ്രഹങ്ങളോട് കൂടിയായിരിക്കും. അതെ, നമ്മളതിനകത്ത് ഈ എഴുതി കാണിക്കുമ്പോഴൊക്കെ വെളിച്ചപ്പാടിന്റെ ഇത് കാണിക്കുന്നുണ്ട്. ഡെപ്ത് ആയിട്ടുള്ളൊരു നല്ല അടിപൊളിയായിട്ടൊരു വെളിച്ചപ്പാടായിരുന്നു. അത് നല്ല 3-4 ഡയലോഗും ഉറഞ്ഞു തുള്ളണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്യുക അത്. അപ്പൊ അത് സിനിമയിലൊന്നും വന്നിരുന്നെങ്കിൽ ഒന്നുകൂടി അതുപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിപ്പോയിരുന്നു. ആ സിനിമയും കളഞ്ഞു. ചിലരെ എങ്ങനെയാന്ന് ഉഴപ്പിക്കളയും. പക്ഷെ ഇതിന്റെ പുറകുവശത്ത്, അതായത് ഇതിന്റെ ബാക്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ടെന്ന് ആലോചിക്കുന്നില്ല. ഞാൻ 5 ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്തത്. ഞാൻ ആദ്യം ഇതൊന്ന് പഠിച്ചെന്നാന്ന് എനിക്ക് വെളിച്ചപ്പാടിനെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് കാരണം ഞാൻ ഒരു നാടക ആർട്ടിസ്റ്റിനൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്ത് ഞാൻ. പക്ഷെ അത് പടം അവര് റിലീസാക്കിയില്ല. എനിക്ക് അത് വലിയ ഒരു ഇതായിരുന്നു. അതിന്റെ കഥ എന്ന് പറഞ്ഞ ഒന്നും പത്മരാജൻ സ്റ്റൈലായിരുന്നു ആ കഥ. പത്മരാജൻ നല്ല കഥയാണ്. അതുപോലുള്ള കണ്ട കളയുക എന്ന് പറയുമ്പോഴേ ഇത് ഈഗോ, ഈ സിനിമാ വേദികളിൽ ഈഗോ പ്രശ്നങ്ങളുണ്ടല്ലോ, അവിടെ ഉണ്ട് ഇതിനകത്ത് പരാജയം. കലയുടെ പരാജയം അവിടെയും കൂടിയായി. ഈഗോ എന്നും പറഞ്ഞു. ഇപ്പൊ നാടകത്തിലൊക്കെ ഒത്തിരി അഭിനയിച്ചിട്ടുള്ള ആളല്ലേ സാറ്? അപ്പോ ഇങ്ങനെ എന്നെ നാടകം പഠിപ്പിക്കുമെന്ന് ചോദിച്ചിട്ട് കുട്ടികൾ വരാറുണ്ടോ?
നാടകം പഠിപ്പിക്കാനായിട്ട് പിള്ളേരിപ്പം അങ്ങനെ ഇവര് സിംബോളിക് നാടകത്തിലേക്കാണ് പോയി. എല്ലാ പിള്ളേരും ഇപ്പോഴത്തെ കലോത്സവം മുഴുവൻ സിംബോളിക് നാടകമാണ്. സിംബോളിക്കുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ കാണും. പക്ഷെ നാടകം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നാടകം സ്റ്റേജിൽ ഇങ്ങനെ ലൈവായി നേരെ അവതരിപ്പിക്കുന്ന, അപ്പൊ അതിലേക്ക് പിള്ളേർ ഇപ്പോൾ വരുന്നില്ല. അഭിനയം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ സാർ? അഭിനയം പഠിപ്പിക്കുന്നില്ല, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കും. ഇത് കൂടാതെ മേക്കപ്പ് അറിയാം എനിക്ക്. നാടക മേക്കപ്പും ഡാൻസിന്റെ മേക്കപ്പും സ്കൂളിലൊക്കെ മേക്കപ്പിനൊക്കെ ഞാൻ പോകും. മേക്കപ്പ് അറിയാം. ഈ നാടകത്തിന്റെ ഒക്കെ മേക്കപ്പ് ആണോ കൂടുതലായിട്ടും? നാടകത്തിന്റെ വേറൊരു തരാം മേക്കപ്പ്, ഡാൻസിന്റെ വേറൊരു, ഈ ഭരതനാട്യം അതൊക്കെ വേറെ സ്റ്റൈലാണ്. ഇവ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിമിന്റെ മേക്കപ്പിന് ഞാൻ പോകും, അതും വ്യത്യാസമുണ്ടല്ലോ. സിനിമയുടെ വേറെ, മറ്റ് കലയുടെ വേറെ, നാടകത്തിന്റെ വേറെ, ഡാൻസിന്റെ വേറെ, മൂന്നും വ്യത്യസ്തമായ രീതിയിലാണ്. അവിടെയുണ്ട് പല രൂപത്തിലുള്ള കാഴ്ചപ്പാടൊക്കെ. അങ്ങനെയൊക്കെയാണ് അങ്ങനെ പോകുന്നത്. എല്ലാം അറിയാം, മേക്കപ്പ് അറിയാം, അല്പം ഡാൻസ് അറിയാം, പിന്നെ പാടും. പാടുന്ന പറഞ്ഞാൽ പണ്ട് പാട്ട് ഇങ്ങനെ പാടിപ്പാടിയാണ് ഓരോ പിള്ളേരുടെ അടുത്ത് ചെന്ന് പാടി അവർ ഡാൻസ് കളിച്ച്. അവർക്ക് അന്ന് പൈസ ഒന്നും കിട്ടിയല്ലോ കേട്ടോ, വെറുതെ ഇങ്ങനെ ശബ്ദം കളഞ്ഞ് പുറകെ അടക്കുന്ന കാലഘട്ടം അതൊക്കെ. ഇല്ല, ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് പുറത്തെടുക്കണല്ലോ. അതെ, അത് വെച്ചിട്ടാണ് പാടിയാണെങ്കിലും ആടിയാണെങ്കിലും ഞാനൊരു കലാകാരൻ എന്ന നിലയ്ക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്ത് കൊടുത്തത്. കലാകാരനായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും 65-ാം വയസ്സിൽ നമ്മൾ ഓരോരുത്തരുടെ പ്രോഗ്രാം കണ്ടു കഴിയും, ഇതെങ്ങനെയാണ് നിന്റെ ശരീരം ഇങ്ങനെ വഴങ്ങുന്നത്, നമുക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് ഞാൻ ദിവസവും എക്സർസൈസ് ചെയ്യും, അത് തന്നെ ഇങ്ങനെ വന്നോളും. പിന്നെ പോകുമ്പോൾ പോട്ടറാവേ ഞാൻ ചെയ്യുന്ന അങ്ങ് ചെയ്തു വെക്കുമെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടത്. ഇതൊക്കെ ആത്മധൈര്യമാണ്. ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ലക്ഷണം ആത്മധൈര്യം, സത്യസന്ധത, ആരെയും വഞ്ചിക്കുക, അങ്ങനെയുള്ള ഇടപാട്. ഇതൊന്നും ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു, വീട്ടില് ചേട്ടന് ഇങ്ങനെ കലാവാസന ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, മോൾക്കൊക്കെ ഭയങ്കര താല്പര്യം ആണല്ലേ? ഒരു കുഴപ്പമില്ല, മരുമകനാണെങ്കിലും ഒരു കുഴപ്പമില്ല, വൈഫോ ഒന്നും മിണ്ടില്ല. അവർക്കുണ്ട്, അവർക്ക് നമ്മൾ എന്തെങ്കിലും കിട്ടുന്ന അനുസരിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് അത് ഉത്സാഹമാവും. കുഴപ്പമില്ല, അതിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെ ആരും ക്രിറ്റിസൈസ് ഇങ്ങോട്ട് വന്ന് എന്താ നാടകം അങ്ങനെ ആരും പറയുകയില്ല. എല്ലാവർക്കും താല്പര്യം ഒന്ന് രക്ഷപ്പെട്ട് കാണുമെന്ന്. ഞാൻ പുതുതായിട്ട് ഇന്ന് താമസിച്ചപ്പോൾ അവിടുത്തെ പള്ളിയിൽ എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നുവെച്ചപ്പോൾ അച്ഛൻ ഓടി വന്ന് ക്ഷയിക്കാനൊക്കെ തന്നു. കൊള്ളാൻ കേട്ടോ ചേട്ടാ, ചേട്ടന് ഇത്രയും വയസ്സിലും ചേട്ടൻ കളിക്കുന്നുണ്ടല്ലോ, എന്തോ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നതൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛൻ ഇങ്ങനെ വന്നു. നമ്മൾ ആത്മാർത്ഥത, കലയിൽ ഇപ്പോഴും ആത്മാർത്ഥത വയ്ക്കുകയാണ്. ആത്മാർത്ഥത ഇല്ലാത്ത ആളുകളുടെ സംസാരം മുമ്പ് നമ്മളും സംസാരിച്ചത്. ഇപ്പൊ സിനിമയിൽ തന്നെയാണെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി മാത്രം അഭിനയിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതേതാന്നേ, ഒരു ബ്രേക്ക് ആയി കഴിഞ്ഞാൽ 2-3 ലക്ഷ്യങ്ങളുണ്ട് അതിനകത്ത്. ചില പിള്ളേരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാങ്കായിട്ട് തുറന്നു പറയുന്ന ആളാണ്. ചില പിള്ളേർ പറഞ്ഞാൽ സിനിമാ നടൻ എന്ന് പറയുമ്പോൾ ആളുകൾ ബഹുമാനിക്കും. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡൗറി കിട്ടി നല്ലൊരു പെൺകുട്ടിയെ അവന് കല്യാണം കഴിക്കാം, അതൊരു വലിയ മാർഗം. പണ്ടതൊന്നും പറ്റിയല്ല, ഒരു ബാല്യക്കാരനോ നാടകക്കാരനോ എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടിയാലാണ്. അതൊരു വലിയ പല്ലവി തന്നെ. നമ്മൾ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ബാലയിലാണോ പെണ്ണില്ല, അങ്ങനെ ഒരു സമ്പ്രദായ രീതി. ഇപ്പൊ അതല്ല, ഇപ്പൊ നേരം തിരിഞ്ഞ് സിനിമാ നടനാണെന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ. ആര് ബഹുമാനം, ഒത്തിരി ആദരവ്, പ്രസംഗിക്കാൻ വിളിക്കുക, ഉദ്ഘാടനം വിളിക്കുക, ഇതൊക്കെ ഓരോ ഇതാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കലയോട് ഒന്നും ആത്മാർത്ഥത വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതെ, പക്ഷെ ആത്മാർത്ഥത ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നവരുണ്ട് നമുക്ക് ചുറ്റും. അല്ല, ഞാൻ പറയുന്ന ഈ വന്നിപ്പോ കാണിക്കുന്ന ഈ പ്രഹസനം കാണിക്കുന്നവരോട് ഒറ്റ ചോദ്യമുള്ളൂ, ഇവർക്ക് കഥകളി ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന്. കഥകളി എടുക്കാൻ ആരെങ്കിലും ചെല്ലുന്നതോ? കഥകളി ഇപ്പൊ നാടകം കയറി വന്നിട്ട് കൂടത്തിൽ വേണം അഭിനയിക്കും, ഗാനമേള കൂടത്തിൽ കിടന്ന് പാടും. അവനെന്നാ പാടുന്ന അവനും അറിയാൻ പാടില്ല. കഥകളിക്കാൻ കൂടത്തിൽ ചെല്ലാൻ പറ്റുമോ? അവനെ മുട്ട് വരച്ച് താഴത്തോട്ട് പോകും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് കഥകളിയാണ്. കഥകളിയെപ്പോലെ പരിശുദ്ധമായിട്ടൊരു കല ഇന്ന് കേരളത്തിലില്ല, ലോകത്തില്ല. സായിപ്പ് പോലും അംഗീകരിക്കില്ല. അപ്പൊ ഈ കലയിൽ പരിശുദ്ധമായ രീതികളുണ്ട്, അത് കഥകളിയാണ്. കഥകളിയുടെ അവിടെ ചെന്ന് ഇഷ്ട എണ്ണ എപ്പോഴൊക്കെ വെക്കാൻ പറ്റുമോ? അതാണ്.
അവിടെ ചെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അങ്ങേര് കാണിക്കുന്ന എന്താണെന്ന് സാമാന്യ ബോധത്തോട് മനസ്സിലാക്കി അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ്. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, അവിടെ ചെന്ന് ഈ പുള്ള കളിക്കാൻ പോകുന്നില്ലല്ലോ. ഈ നാടകത്തിലും ഈ സിനിമയിലും അല്ലേ. അവിടെ ഇപ്പം SI അഭിനയിക്കുന്നില്ല ഒരു പടത്തിനത്. ഒരു ഡയറക്ടറോട് വന്ന് SI ചോദിക്കുകയാണ് വേഷം വേണമെന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ? അതൊന്നും നമ്മൾ ചോദിക്കുകയാണെങ്കിലോ അതായത് ഡിഫറൻറ്റ് അവിടെയാണ്. അതിനകത്ത് കലയിൽ ഒത്തിരി ഡിഫറൻറ്റ് ഉണ്ട്. അതിപ്പം ഒരു SI വന്ന് ചോദിക്കുന്നതും ഞാൻ ആ വേഷം ചോദിക്കുന്നത് വളരെ വ്യത്യാസമില്ല. ചിലപ്പോൾ എൻ്റെ ഒരു ബോഡിയിൽ അങ്ങ് വെച്ച് എനിക്ക് കിട്ടേണ്ട വേഷമായിരിക്കും. വണ്ണം ഉണ്ടെങ്കിലും അത് SIക്ക് ഡെവലപ്പാക്കി അങ്ങ് കൊടുക്കും. ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ആരാ കലാകാരൻ? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. മറ്റതല്ലായിരുന്നു. മറ്റേ സത്യനൊക്കെ നസീറൊക്കെ അഭിനയിച്ച കാലഘട്ടത്തിൽ അവർ നാടകീയമായിട്ട് എടുത്ത് അഭിനയിച്ചെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ജോസ് പ്രകാശ് കോട്ടയം ഡിസ്ട്രിക്റ്റുകാരനാണ്. അദ്ദേഹം നന്നായിട്ട് പാടുമായിരുന്നു. അദ്ദേഹത്തിന്റെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകൾ തന്നെയല്ലേ. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേര് ഇതാന്നേ കലയോടൊന്നും ആത്മാർത്ഥം കൊണ്ടുവരുന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അവരുടെ സ്വാധീന വലയം വെച്ച് ഇപ്പോൾ കുറേയേറെ സിനിമകളിൽ എത്ര പേരവനെ അതോ നമ്മൾ കേൾക്കാത്ത പേര് ഇന്നാള് എന്നും ഒരു പടമൊക്കെ ഇറങ്ങുക. എനിക്കറിയാൻ പറ്റില്ല എന്തൊക്കെയാണ്. ഇന്നാള് ശ്വാസം എന്നൊരു പടം, അത് ഒരു ദിവസം പോലും ഞങ്ങളുടെ തിയേറ്ററിൽ ഓടിയില്ല. അങ്ങനെയൊക്കെയാണ് ശ്വാസം എന്നൊരു പടം. ഇപ്പൊ ഇപ്പോഴത്തെ ഈ പടങ്ങൾ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. ഒരു സിനിമയല്ല, ഇഷ്ടം പോലെ പടം ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ. എന്തോരമാണ് ഇപ്പൊ ലാളൂർ പോലെ എന്തു സിനിമ ഇറങ്ങുന്നു. നമ്മൾ ഇത് ഇറങ്ങുമ്പോഴേ വിചാരിക്കും ഇത് എവിടെ ഷൂട്ട് ചെയ്തെന്ന് പറയും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതെ, ഒരു സമയത്ത് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. മറ്റേ കാലഘട്ടം എന്ന് പറഞ്ഞാല് ഇപ്പൊ പഞ്ചവും കാട് അതറിയാൻ കഴിഞ്ഞാൽ കുറെ നാൾ കഴിയണം. ഒരു പടം ഒരു വർഷം കൊണ്ടൊക്കെ ചെയ്ത പടങ്ങളുണ്ട്. ഉണ്ണിയാർച്ച ഇതൊക്കെ ഒരു വർഷം കൊണ്ട് ചെയ്ത പടങ്ങൾ. അതല്ല ഉദയ സ്റ്റുഡിയോയിൽ വെച്ച് ആ കാലഘട്ടമൊക്കെ പോയി. സിനിമയുടെ ബ്രൈറ്റ്നസ് ഒക്കെ മാറിപ്പോയി. ടെക്നോളജി മാറിയില്ലേ? ടെക്നോളജി മാറിയെന്ന്. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാൻ പറഞ്ഞാൽ അന്തസാരം അതാണ്. ആർക്ക് വേണമെങ്കിലും ഇതിപ്പോ മരിച്ചുപോയ ആൾക്കാരെ കൊണ്ട് വീണ്ടും നമ്മള് അഭിനയിക്കുന്നത്. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹത്തിനാണെങ്കിലും ഈസിയാണ് പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത്. ഈസിയാണ്. ഇപ്പൊ സൗന്ദര്യം വിഷയമല്ല. സൗന്ദര്യം എന്ന് പറഞ്ഞ സാധനമേ വിഷയമില്ല. കണക്റ്റഡ് ആണോ? ഓക്കെ, അതാണ്. ഡയറക്ടർ വാടേ അഭിനയിക്കാം. ഞാൻ ഒരു വേഷത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തിന് രണ്ടുപേരെ അതിലെ കൂടി പോവാ വിളിച്ചിട്ട് പറയാം ചേട്ടാ ഒരു വേഷം ഡയലോഗ്. അയ്യോ എനിക്ക് പേടിയാ സാറേ, ഞാൻ എനിക്ക് ഡയലോഗ് എന്ന് പറയാൻ ഇടയിൽ ചുമ്മാ എന്നാ നീ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് നീ അതുപോലെ പറഞ്ഞു. അവൻ തീരുമാനിച്ചാറായി. പിറ്റേ ഇതിൽ അവൻ പിന്നെ പടത്തിൽ വേഷം അഭിനയിക്കാൻ നടക്കും ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഓരോ കാലഘട്ടമാണ്. പണ്ട് അങ്ങനെയൊന്നും ആരെയും വിളിച്ചൊന്നും അഭിനയിപ്പിക്കില്ല. അവനെ കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റും അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച ശേഷമാണ് സിനിമയിൽ അഭിനയിപ്പിക്കണം. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പം കഥ സ്റ്റാർട്ട് കഴിഞ്ഞ ഉടനെ നാളെ ആരെങ്കിലും ഇരുന്ന് അവനെ പിടിച്ച് അഭിനയിപ്പിക്കും. പകരത്തിന് പകരം അതാണ് കാര്യം. അങ്ങനെയാണ് ഇപ്പൊ സിനിമാ ലോകത്തെ മൂല്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇത് ഒരു എന്താ പടത്തിൽ ചേട്ടൻ കൂടുതൽ വരാത്തതെന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ, അല്ലെ സാറ് കൂടുതൽ വരാത്തതെന്നാന്ന് ചോദിച്ചാൽ ഉത്തരവില്ലാത്ത ചോദ്യമാണ്. സാമ്പത്തികം ഇതിനകത്ത് ഏറ്റവും വലിയ ഘടകമാണ്. നാളൊരു ഒരാൾ എന്നോട് ചോദിച്ചു, ദയവേ 1 ലക്ഷം രൂപ തരാമെങ്കിൽ ഒരു പടത്തിൽ അഭിനയിക്കാനുള്ള ചാൻസ്. ഞാൻ പറഞ്ഞു സാറേ ഞാൻ കാശ് വന്നിട്ട് എനിക്ക് വേണ്ട. അല്ല ഒരു പയ്യനെ തന്നാലും മതി. ഞാൻ പറയാം അത് നടക്കില്ല. ഞാൻ അവനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പുള്ളി വല്ലതും കാണിച്ച പണി തീർന്നില്ലേ? അവൻ കേസ് കൊടുത്താൽ പോയില്ലേ? അപ്പം അതുകൊണ്ട് പൈസ അങ്ങ് തന്നിട്ട് വേഷം ചെയ്യുന്ന പരിപാടിയാണ്. സാർ എന്തെങ്കിലും ഒരു ചെറിയ വേഷം തരാമെങ്കിൽ നമ്മൾ ചെയ്യും. പിന്നെ ആ പയ്യനെ വേണം പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ തമ്മിൽ ചോദിച്ചോ പൈസ? ഞാൻ പൈസ അവനോട് ചോദിച്ച് ഞാൻ കൊണ്ടുവരികയെന്ന് പറഞ്ഞു. അല്ല അങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ്. സാമ്പത്തികം ഉണ്ടെങ്കിൽ പടം. പിന്നെ കാറുണ്ടെങ്കിൽ AC. കാറിന്റെ ലക്ഷ്യം പറയുമ്പോഴല്ലേ കാറ്. ഇപ്പം നമ്മൾ കാറെ ചെല്ലുന്നു, ഒരു സിനിമ സെറ്റിൽ ചെല്ലുക, ഉറപ്പായിട്ട് ആ വേഷം കിട്ടിയിരിക്കും. അല്ലെങ്കിൽ അടുത്ത പടത്തിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം കിട്ടിയിരിക്കും. ഇപ്പം ഈ ഡയറക്ടറിനെ മനസ്സിൽ വിചാരിക്കണം, എടാ ഇവൻ്റെ കാറ് വന്നിട്ടുണ്ട്, ഈ കാറെ എനിക്ക് സൗകര്യം പോലെ ഒന്ന് കറങ്ങാം. ഈ പോട്ടാനോട് ചോദിച്ചാൽ തരൂപ്പം. ഇത് അണ്ടർസ്റ്റുഡാണ്. ഈ സിനിമയിൽ ചില പെട്ടെന്ന് കയറാനുള്ള എളുപ്പ വഴിയാണ് കാറ്. അവൻ പറയും എവിടെ ഞാൻ കാറ് ഒക്കെ പെട്രോളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് സാറേ നമുക്ക് എറണാകുളം വരെ പോകും. ഓരോ എറണാകുളം പോവാണ്. പിറ്റേ ദിവസം അവൻ ആ സിനിമയിൽ ചെറിയ വേഷം ചെയ്യും. ഇതിൻ്റെ ടെക്നിക്കലാണ്. ഇങ്ങനെയാണ് സിനിമയിലൊക്കെ ഇപ്പോൾ ആൾക്കാർ കയറി വിലസിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അഭിനയം പഠിച്ച് അഭിനയം അറിയാവുന്നവർ, അഭിനയം
പ്രതിഭകൾക്ക് മാത്രമേ സിനിമയിൽ അന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോ സാർ ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ പുറത്തൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാറുണ്ടോ? എന്തോ തിരിച്ചറിയാറുണ്ടോ ആൾക്കാര്? തിരിച്ചറിയെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമല്ലാത്ത കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ നാടകം പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. ഓഡിയൻസ് കാണും, എഴുന്നേറ്റ് പോകും. ആകെയുള്ള ഘടകം റേഡിയോയാണ്. അതല്ലാതെ എന്താ ഉള്ളത്? ഇന്ന് ഇതുപോലത്തെ ചാനലുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞു. ആരും അറിയണമെന്നേ. ഞാൻ ജാപ്പാൻ ലമിറ്റ് ടോക്കിയോ എന്നും പറഞ്ഞൊരു പാട്ട് ചുമ്മാ കേട്ടിട്ട് ആ പാട്ടിൻ്റെ ഇതുകൊണ്ട് എടുത്തിട്ട് ഓരോരുത്തർ പാടിപ്പിച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്തു. ജാപ്പാൻ ലമിറ്റ് ടോക്കിയോ എന്നും പറഞ്ഞ് അന്ന് അതിന് ഫസ്റ്റ് പ്രൈസും ഒക്കെ കിട്ടിയതാ. പക്ഷേ ആരറിയാനാ? അന്നൊരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു, അയ്യോ നന്നായിട്ടുണ്ട് കേട്ടായിരുന്നു കേട്ടോ, ഒരു ഹിന്ദി ഒരു ഇടപാടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു. അത് ഇന്നാണെങ്കിൽ ബ്രൈറ്റ്നെസ് ആയാലും. അപ്പൊ ഇന്നിപ്പോ ഈ ചാനലൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ എസ് പി പിള്ള വൈറലായത്, ശരിയായത്. അല്ല, ഈ ഫിഗറൊന്നും വലിയ വാല്യുവേഷൻ ഇല്ല. അന്നത്തെ കാലത്ത് ഫിഗർ വാല്യുവേഷൻ ഇല്ല. ഇന്നാണ് ഫിഗർ വാല്യുവേഷൻ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഈ മഴവിൽ മനോരമക്കാർ അങ്ങനെ വിളിച്ചപ്പോഴാണ് അത് ഡെവലപ്പായത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ സൈഡ്. അന്ന് മാധ്യമങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, മെഗാഫോൺ വെച്ച് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഹലോ ഇങ്ങനെയാണ് നാടകം അഭിനയിക്കുന്നത് പെട്രോൾ മാക്സിന്റെ ഇതില്. പിന്നെയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കറണ്ട് വന്നത്. അന്നേരം ഒന്നും നമുക്ക് നാടകത്തിൽ കയറാനോ നാടകത്തിൽ അഭിനയിക്കാനുള്ള പ്രവേശനമില്ല. അത് ചില സ്വാർത്ഥ താല്പര്യക്കാർ നാടകം കൊണ്ടുവരും, അവർ കളിക്കും. അപ്പൊ അങ്ങനെയാണ് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പിന്നെ വീണ്ടും നാടകത്തിൽ അഭിനയിക്കാൻ പറ്റിയത്. ആളുകൾ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഇന്നും ഞാൻ വടയാറാണ് ജനിച്ചത്. വടയാറിന്ന് വൈക്കം പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഇപ്പൊ തലമുറ പൊതി ആ ഭാഗത്താണ് ഇപ്പൊ താമസിക്കുന്നത്. എല്ലാവരും അറിയുന്നത്, കൂടുതൽ ഇപ്പൊ അറിയുന്നത് ഈ ഫിഗർ വെച്ചിട്ടാണ്. ഇപ്പൊ ഏത് സെറ്റിൽ ചെന്നാലും ഇവിടെ ചെന്ന് അഭിനയിക്കുന്ന ആളാന്ന് പറയുന്ന അവരറിയുന്നത്. അതെ, ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ കലാകാരൻ എല്ലാവർക്കും അറിയാം. കലാകാരൻ കാരണം 40 വർഷം ഇത് പിടിവിടാതെ ഇങ്ങനെ കണ്ടിന്യൂഡായിട്ട് ഈ പ്രോഗ്രാം തന്നെ ഇങ്ങനെ പോവുമല്ലോ. പല പ്രോഗ്രാം കൂടി പോകുന്നതുകൊണ്ട് ഞാനൊരു കലാകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നാടക ആക്ടറാണ് ആ ഒരു വശത്ത് ചിന്തിക്കും. ഇപ്പൊ നാടകം ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാനിപ്പോ ഉറക്കം നീക്കിയല്ല, അങ്ങനെ ചില പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട്. ഇപ്പോ അതുപോലെ ഈ ചില മെമ്മറി പ്രശ്നമുണ്ട്, ഈ ഡയലോഗ് ബൈഹാർട്ടാക്കണം. ഇപ്പൊ അത് പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയല്ല, അത് റിസ്ക് ആണ് എപ്പോഴും. നമുക്ക് അത് ഒരു ഫ്രീഡം ഇല്ല ഈ നാടകം എന്ന് പറയുന്നത്. നാടകം ഏറ്റവും ബെസ്റ്റാണ്. നാടകത്തിൽ കയറി കഴിഞ്ഞാൽ പുറത്തു പോകാൻ പറ്റത്തില്ല. ആ കഥാപാത്രം മാറിയ നമ്മൾ മാറിയ അവന്റെ കാശി വെള്ളത്തിലാവും, ആ വർഷം പൂട്ടിപ്പോവും. അപ്പൊ അതൊക്കെ അവിടെ ചിന്തിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അതാണ് നാടകം എന്ന കല. സിനിമയെന്ന് പറഞ്ഞപ്പോ സാറേ ഞാൻ നാളെ വന്നില്ല, വന്നില്ലേ, എന്നാ വേറെ അങ്ങനെ അത് കട്ട് ചെയ്ത് ദൂരങ്ങളാണ്. ആ സ്ലേറ്റ് പോലെ സാധനം ഉണ്ട്, അതങ്ങ് വായിച്ചാൽ അവന്റെ തീർന്നു. അടുത്ത ആളെ വിളിച്ച് കളിപ്പിക്കാം. നാടകത്തിൽ അത് പറ്റത്തില്ല. നാടകത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. ആ ക്യാരക്ടർ അവിടെ ഇല്ലെങ്കിൽ ഔട്ടായി പോകും. അങ്ങനെയാണ് നാടകം. നാടകത്തിന്റെ വാല്യുവേഷൻ വേറെ, സിനിമയുടെ ഇല്ലെങ്കിൽ വേറെ ആളെ വെക്കാം. അല്ലെങ്കിൽ മെയിൻ കഥാപാത്രത്തിലാണ് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത പുരുഷരുത്. ഇങ്ങനെയൊക്കെയാണ് സിനിമയും നാടകവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഇനി സാറിന് വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇനി വരാനുള്ളത് ഒരു 2 പടം ഉണ്ട്, അത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ സ്റ്റേജ് പ്രോഗ്രാം ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പടം കൂടി ഇനി വരാനുണ്ട്. അപ്പോൾ ഇതിപ്പം ഹെൽപ്പ് ലൈൻ എടുത്ത ഡയറക്ടർ തന്നെ പുതിയൊരു പടം തുടങ്ങുക, അടുത്ത മാസം തുടങ്ങും. പിന്നെ പ്രസാദ് വാളാച്ചേരി എന്ന് പറയുന്ന സംവിധായകനുണ്ട്. പുള്ളി എനിക്കൊരു പടത്തിന് വേഷം, ഞാനിതിനകത്ത് ഒരച്ഛൻ്റെ ഒരു വേഷത്തിൽ നമുക്ക് അതിനകത്ത് കപ്പിയാരായിട്ട് ഒരു വേഷം ചെയ്ത് അത് പ്രസാദ് വാളാച്ചേരി കണ്ട്. അത് പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ഞാനത് കണ്ട്, അപ്പം ചേട്ടൻ ഒരു പടം വരുന്നുണ്ട്, അപ്പം അതിനകത്തൊരു ചെറിയ വേഷം തരാം എന്ന് പറഞ്ഞു. അതന്നെ കോട്ടയം രമേശ് ചേട്ടനാണ് അതിനകത്ത് അച്ഛനായിട്ട്. ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ലൊരു പടമാണ് അത്. ഇതുപോലെ തിയേറ്ററിലൊന്നും അധികം ഓടിയില്ല. കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ 3 ദിവസം ഓടിച്ചു. അത് അതിൻ്റെ ഡബ് ചെയ്തത് നമ്മുടെ ചിത്രാഞ്ജലി വെച്ച് എറണാകുളത്ത്, കർമ്മസാഗരം സിനിമ. അതിൽ വല്യച്ഛൻ്റെ കപ്പ്യാരായിട്ട് അഭിനയിച്ചു. ചാവർ കുര്യാക്കോസിൻ്റെ ആ അച്ഛനെ കുറിച്ചുള്ളതാണ് ആ പടം. അങ്ങനെയാണ് പ്രസാദ് വാളാച്ചേരി കാണുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ പോകുന്നു. 2 പടം വരുന്നുണ്ട്. 2 പടം നമുക്ക് ചെയ്യാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. ചെയ്യാൻ നല്ല വേഷമാണ്. പിന്നെ ജയൻ്റെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, അതിനകത്ത് ഞാനും പിന്നെ മഞ്ജു ചേച്ചിക്കും കൂടി സെപ്പറേറ്റ് ഒരു വേഷം
AKSR പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ആ കഥയ്ക്കൊരു വിവാദമുണ്ടല്ലോ, ജയൻ അങ്ങനെ മരിച്ചെന്നുള്ള ഒരു സൂത്രവാക്യമുണ്ട് അതിനകത്ത്. അത് ജയന്റെ ചേട്ടന്റെ അനിയന്റെ മക്കൾ അനുവദിക്കുന്നില്ല ആ ഹിസ്റ്റോറിക്കൽ സൈഡ് കൊണ്ടുവരാനായിട്ട്. അപ്പം ആ കഥയുടെ കറക്റ്റ് റൂട്ട് കിട്ടിയെങ്കിൽ അവർക്ക് ഇത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ടാണ് ആ സാധനം. ആ സീക്രട്ട് പൊട്ടിക്കാൻ പറ്റിയില്ല. അത് പൊട്ടിച്ചു കഴിയുമ്പോൾ അത് വലിയ ഫ്ലാഷ് ആകും. അതുകൊണ്ടാണ് ജയന്റെ പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പം എന്നോട് പറഞ്ഞു, അപ്പം അതിൻ്റെ ഒരു ബ്ലോക്കൊക്കെ എനിക്കിട്ട് വന്നായിരുന്നു. ചേട്ടനും മറ്റേ മഞ്ജു ചേച്ചിയും കൂടി അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു അപ്പം SP പിള്ളയും ജയനുള്ളപ്പം SP പിള്ള ചേട്ടനുണ്ട്. അപ്പം അവരുടെ ഒരു പടം ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കയറ്റി അങ്ങനെ ഒരു വേഷം തരാമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ റെഡിയാക്കും. അപ്പം ജയന്റെ പറഞ്ഞ ഒരു ഫ്ലാഷ്, ആ സൂത്രവാക്യം കിട്ടിയാൽ നാളെ തുടങ്ങും. പക്ഷെ ആ സൂത്രവാക്യം ഇനി രഹസ്യമായിട്ട് നമുക്കറിയാം, പക്ഷെ നമുക്കത് പബ്ലിക്കാക്കാൻ പറ്റില്ല. അതതിൻ്റെ ഒരു സൂത്രവാക്യം. അത് AKSR പറഞ്ഞു. അത് അവരനുവദിക്കുവാണ് നാളെ തുടങ്ങുന്നത്. അവരനുവദിക്കുന്നില്ല. അതെ. അപ്പൊ എത്രയും പെട്ടെന്ന് അതെല്ലാം ഇത് മാറിയിട്ട് ആ പടം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതെ. ഈ വയസ്സാം കാലത്ത് കുറച്ച് പടം ചെയ്തിട്ട് ആകുന്ന ഏറ്റവും നല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതെ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി ആശംസകൾ നേരെയാണ്. അപ്പൊ സാറിന്റെ ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തില് നമുക്കും ഇച്ചിരി സമയം തന്നതില് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല സ്റ്റേജും അതുപോലെ തന്നെ നല്ല നല്ല ഒത്തിരി സിനിമകൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്. താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് ഏതായാലും ഇവിടെ വരാൻ സാധിച്ചില്ല, ഏറ്റവും സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോ സംസാരത്തിൽ എനിക്ക് വളരെ തൃപ്തിയായി. ഏതായാലും നല്ലതെന്ന് ഞാനും മനസ്സിലാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്ദി, നമസ്കാരം.